ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഈശോ പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നതിന് തൊട്ടു മുൻപും പിൻപുമുള്ള സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ? മത്തായിയുടെ സുവിശേഷ പ്രകാരം അത് ആദ്യത്തേത് ഈശോയെ ഒറ്റിക്കൊടുക്കും എന്നുള്ള ഈശോയുടെ വെളിപ്പെടുത്തലാണ്. പുതിയ ഉടമ്പടി കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം ഈശോ പറയുന്നത് പത്രോസ് ഗുരുവിനെ നിഷേധിക്കുന്ന കാര്യമാണ്. ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും എന്നിൽ ഇടറും എന്ന വസ്തുത. കൂടെ നടക്കുന്നവരും മുഴുവനും ഒരു നിമിഷം തന്നെ തള്ളിപ്പറയുമെന്നറിഞ്ഞിട്ടും കൂട്ടത്തിൽ നിന്നൊരുവൻ ഒറ്റിക്കൊടുക്കുമെന്നറിഞ്ഞിട്ടും പുതിയ ഉടമ്പടി സ്ഥാപിക്കാൻ അവൻ വൈകിയില്ല. ഇതാണ് സമയം, രക്ഷയുടെ ദിവസം എന്ന് പറയുന്നത് പോലെ അവസാനത്തെ അത്താഴം കഴിക്കുന്നതിനിടയിൽ തന്നെ അവൻ പുതിയ ഉടമ്പടി, സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, ചതിയുടെയും വഞ്ചനയുടെയും മുകളിൽ നിൽക്കുന്ന ഒരു വലിയ ഉടമ്പടി അവിടുന്ന് സ്ഥാപിച്ചു. ജീവിതത്തിൽ പലതരത്തിലുള്ള ഉടമ്പടികൾ എടുക്കുന്നവരാണ് നമ്മൾ. വിവാഹം എന്ന ഉടമ്പടി, സമർപ്പിത ജീവിതം എന്ന ഉടമ്പടി, സൗഹൃദങ്ങൾ എന്ന ഉടമ്പടി, അങ്ങനെ ഒരുപാട് ഉടമ്പടികൾ. അതിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് ഒരു ജീവിത അവസ്ഥയിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഉടമ്പടിയാണ്. പണ്ടൊരിക്കല് മമ്മൂട്ടി പറഞ്ഞതായിട്ട് ഒരു ചെറിയ വാചകം എവിടെയോ വായിച്ചു തോർക്കുന്നു. ഞാൻ എൻ്റെ ഭാര്യയോട് എപ്പോഴും നന്ദിയുള്ളവനാണ്. കാരണം ഞാൻ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നു, എല്ലാ കാര്യങ്ങളും കാണുന്നു, അനുഭവിക്കുന്നു, സന്തോഷിക്കുന്നു. എന്നാൽ എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞുങ്ങൾക്കും എനിക്കും വേണ്ടി ജീവിതം ഒതുക്കി വെക്കുന്നു. അതല്ലെങ്കിൽ അവളുടെ എല്ലാ കാര്യങ്ങൾക്കും മേലെ അവൾ ഞങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. എല്ലാ കുടുംബ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ഒരു ഉടമ്പടിയുടെ പുറത്ത് ജീവിതം ആരംഭിക്കുന്ന ഭാര്യാഭർത്തൃ ബന്ധമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഉടമ്പടിയെന്ന്. അതേപോലെ തന്നെ ഇന്ന് സമൂഹ മാധ്യമങ്ങളില്, റീൽസിലൊക്കെ ഒരുപാട് ആളുകൾ വീക്ഷിക്കുന്ന ഒരു ഗാനമാണ് ചന്ദ്രൻ മോഹിച്ച പെണ്ണെ എന്ന ഒരു ഗാനം. അതിനകത്ത് ഒരു ചെറിയ ഒരു വാചകം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു വരി ഇങ്ങനെയാണ്: മംഗല്യ സൂത്രത്തിനുണ്ടോ മാനസങ്ങൾ തമ്മിലുള്ള ചേർച്ച എന്ന്. വളരെ പഴയ ഒരു ഗാനമാണെങ്കിലും വളരെ അത്ഭുതത്തോടെയാണ് ഞാനത് കേട്ടത്. ഇന്നിൻ്റെ മാറിൽ ചേർന്നിരുന്ന് വിവാഹ ജീവിതത്തെക്കുറിച്ചും ഏതൊരു ഉടമ്പടിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണോ ഈ ഉടമ്പടി എന്ന് തോന്നുമാറാണ് ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ എനിക്ക് വിശ്വസ്തനായിരിക്കണമെങ്കിൽ ചതിയുടെയും വഞ്ചനയുടെയും മുകളിൽ സർപ്പത്തിൻ്റെ തലയിൽ ചവിട്ടിയ പരിശുദ്ധ അമ്മയെപ്പോലെ ഈശോ ഉയർത്തെഴുന്നേറ്റത് ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അവസാന അത്താഴവേളയിലാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ നമ്മുടെ ജീവിതത്തിലും ചതിയും വഞ്ചനയും ഇങ്ങനെ പിശാചിന്റെ തല പോലെ, ഘോര സർപ്പങ്ങളെ പോലെ ഉയർന്നു നിൽക്കുമ്പോഴും നീ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ മകന് സത്യത്തിനും സ്നേഹത്തിനും വേണ്ടി ഉയർത്തെഴുന്നേറ്റ് നിൽക്കും എന്ന് പറയുവാൻ, അഥവാ ആരാലൊക്കെ ചതിക്കപ്പെട്ടാലും എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമായ ദൈവം എന്നെ കൈവിടില്ല എന്നുള്ളതിൻ്റെ ഉറപ്പുമാണ് ഈശോ നമുക്ക് നൽകിയ പുതിയ ഉടമ്പടി. നല്ല ഈശോയെ, അങ്ങയുടെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിൻ്റെ താളപ്പിഴകളെ ശരിയാക്കാനും ഓരോ നിമിഷവും എന്നെ തന്നെ വിശുദ്ധീകരിച്ച് നിന്നിലേക്ക് കൂടുതൽ അടുക്കുവാനും എൻ്റെ ഉടമ്പടികളിൽ വിശ്വസ്തയായിരിക്കുവാനും അവിടുന്ന്
കാരുണ്യപൂർവ്വം എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ.